ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന ഒരു എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട്. അപ്പം ഈ വട്ടം എനിക്ക് തോന്നുന്നു പാലക്കാട് പിഷാരടി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അതുപോലെ UDF ഇപ്പം മൊത്തത്തിലുള്ള എക്സിറ്റ് പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം UDF ആണ്. ഏറ്റവും കൂടുതൽ സീറ്റ് നേടി UDF ഭരണത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമെങ്കിലും അതിന് ഏറ്റവും വലിയൊരു ഇത് കൊടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പിന്തുണയാണ്. അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഇട്ട 3-4 വീഡിയോ കയറി അങ്ങോട്ട് കത്തി വൈറലായി. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ പോയാലും കുറേ വോട്ടുകൾ UDFന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ ഒറ്റ വീഡിയോയിലൂടെ തന്നെ ഇത്ര വോട്ടുകളായിരിക്കും അവസാന നിമിഷം ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് ഞാനിവിടെ വായിക്കാം. അപ്പം ആര് ഭരിക്കണം അടുത്തത്? LDFൻ്റെ പിണറായി സർക്കാരിൻ്റെ ഒരു തുടർഭരണം വേണോ അതോ UDFൻ്റെ ഒരു ഭരണമാറ്റം വേണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ചിലപ്പോൾ ഇത് കേട്ടിട്ട് ചിലപ്പോൾ പല ആളുകൾക്കും കുരു പൊട്ടിയേക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സിറ്റ് പോൾ അതേപോലെ എടുത്ത് നിങ്ങളെ മുമ്പിലോട്ട് ഷെയർ ചെയ്ത് തരുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാനിവിടെ എഴുതി ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. പക്ഷേ ഇത് ജെനുവിനായിട്ടുള്ളൊരു എക്സിറ്റ് പോളാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ മെയ് 4-ന് വോട്ട് എണ്ണുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്ന എക്സിറ്റ് പോൾ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. പിന്നെ പിണറായി ഇപ്പം UDF ഭരണത്തിൽ വരുവാണെങ്കിൽ LDFൻ്റെ ഭരണം മോശമെന്ന് ഞാൻ പറയത്തില്ല. പിണറായി സർക്കാരിൻ്റെ ഈ പറഞ്ഞ പിണറായി സർക്കാർ ഭരിച്ച 10 കൊല്ലം അത്രയും അങ്ങ് മോശമാണെന്ന് ഞാൻ പറയത്തില്ല. പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളിയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടേ. ഇപ്പോൾ UDFൽ നമുക്ക് പറയാനെ കൊണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവെന്ന് പറയാനെ കൊണ്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ LDFലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ. വേറൊരു പേരുമില്ല. അപ്പം ഒരു കാരണവശാലും പിണറായി വിജയനെ ഇപ്പം UDF ഭരണത്തിൽ വന്നാലും പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി ആ ഒരു പ്രസ്ഥാനത്തിന് കൊടുത്ത് കാലിബർ മൈലേജ് വേറൊന്നും തന്നെയാണ്. അത് അംഗീകരിച്ച് തന്നെ പറ്റും കേട്ടോ, അത് അംഗീകരിച്ച് തന്നെ പറ്റും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു ഭരണമാറ്റം വേണം. 5 കൊല്ലം UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് 5 കൊല്ലം LDF ഭരിക്കട്ടെ. എന്നാലേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വല്ല പ്രയോജനമുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഏറ്റവും പുതിയ എക്സിറ്റ് പോളിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ വായിക്കാം. മൊത്തത്തിൽ 140 സീറ്റാണ്. കുരു പൊട്ടുന്ന ആളുകൾ എണ്ണി കൗണ്ട് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം കഴിഞ്ഞ എക്സിറ്റ് പോളിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആളുകൾ കുരു പൊട്ടിയിട്ട് അവിടെ എത്ര സീറ്റേ ഉള്ളൂ, ഇവിടെ എത്ര സീറ്റേ ഉള്ളൂ, എക്സിറ്റ് പോൾ കറക്റ്റ് ആവുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുരു പൊട്ടുന്ന ആളുകൾ നിങ്ങളൊന്ന് എണ്ണി കൗണ്ട് ചെയ്ത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യം തന്നെ കണ്ണൂരാണ്. കണ്ണൂർ 11 സീറ്റുകളേ ഉള്ളൂ. 11 സീറ്റുകളിൽ 3 സീറ്റ് മാത്രമേ LDF നേടിയിട്ടുള്ളൂ. വൻ പരാജയമായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. 3 സീറ്റ് LDF അവിടെ നേടിയപ്പം UDF 8 സീറ്റുകളുമായിട്ട് കുതിച്ച് കയറിയിട്ടുണ്ട്. അവിടെ NDAക്ക് സീറ്റില്ല. അപ്പോൾ ഞാനിവിടെ NDAയുടെ കാര്യം വിട്ടേക്കുവാണ്. NDAക്ക് ഒരിടത്തും സീറ്റില്ല. ആദ്യം തന്നെ പറയുവാണ്, NDAക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ കളിയാക്കുമല്ല, കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കളിയാക്കുമല്ല, ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. അപ്പം നോക്കിക്കോണം, ജനങ്ങൾ NDA എന്നൊരു പ്രസ്ഥാനത്തെ വലിയ സംഭവമായിട്ടൊന്നും ജനങ്ങൾ കേരളത്തിൽ കാണുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം പറയും വർഗീയത പറഞ്ഞുകൊണ്ട് വന്നെന്ന് പറയും. വർഗീയത ഒന്നുമല്ലടോ, എക്സിറ്റ് പോളിനകത്ത് ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. ഒരു സീറ്റ് പോലും നേടിയിട്ടില്ല. അടുത്തത് കോഴിക്കോട് 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ അവിടെയും 3 സീറ്റുമായി LDF വൻ പരാജയത്തിലേക്ക് പോയിരിക്കുകയാണ്. UDF 10 സീറ്റുകളുമായിട്ട് അവിടെ കുതിച്ച് കയറുന്നുണ്ട്. NDAയുടെ കാര്യം ഞാൻ മിണ്ടുന്നില്ല, NDAക്ക് സീറ്റേ ഇല്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. LDFൻ്റെയും UDFൻ്റെയും സീറ്റ് മാത്രമേ ഇവിടെ എക്സിറ്റ് പോളിൻ്റെ ഇത് കണക്ക് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് 5 സീറ്റുകളാണ്. 5 സീറ്റുകളിൽ LDF അവിടെ 2 സീറ്റുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. UDF 3 സീറ്റുകൾ നേടി അവിടെയും കുതിച്ച് മുന്നിലാണ് UDF നിൽക്കുന്നത്. അടുത്തത് വയനാട് 3 സീറ്റുകളേ ഉള്ളൂ. ആ 3 സീറ്റും UDF കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ LDFന് സീറ്റില്ല. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം 16 സീറ്റുകളാണ് മലപ്പുറത്തുള്ളത്. അന്ന് നിങ്ങൾ ഇവിടുത്തെ LDFൻ്റെ സീറ്റ് ഒന്ന് നോക്കിക്കണേ. 16 സീറ്റിൽ ഈ എക്സിറ്റ് പോളിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സീറ്റിൽ വെറും 2 സീറ്റ് മാത്രമേ മലപ്പുറത്ത്
എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 14 സീറ്റും യു ഡി എഫ് ആണ് നേടിയേക്കുന്നത്. യു ഡി എഫിൻ്റെ കുതിച്ചു കയറ്റം തന്നെ മലപ്പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മലപ്പുറത്തുകാർ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. 16 സീറ്റിലെന്ന് ആലോചിക്കുക, 2 സീറ്റ് മാത്രമേ എൽ ഡി എഫ് അവിടെ നേടിയിട്ടുള്ളൂ. അടുത്തത് പാലക്കാടാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള മണ്ഡലം. പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് 12 സീറ്റിൽ 2 സീറ്റ് മാത്രമേ എൽ ഡി എഫ് നേടിയിട്ടുള്ളൂ. 10 സീറ്റ് പാലക്കാട് 10 സീറ്റുകളുമായിട്ട് കുതിച്ച് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ 10 സീറ്റ് നേടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പിഷാരടിക്ക് ഒരു വൻ സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിഷാരടിക്ക് വിജയാശംസകൾ വരെ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ കുറേ വോട്ട് പാലക്കാട്ടുകാർക്ക്, പാലക്കാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ പോയാലും അറിഞ്ഞിട്ടുണ്ട്. പിഷാരടിയൊക്കെ വൻ ഭൂരിപക്ഷം 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പിഷാരടിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചു ഞാൻ ഈ പറയുന്നത് 30,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി പിഷാരടി അവിടെ ജയിച്ചു വരും. രാഹുലിൻ്റെ ഒറ്റ സപ്പോർട്ട് കാരണം, അവസാന നിമിഷ സപ്പോർട്ട് കാരണം. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ അവിടെയും എൽ ഡി എഫ് 4 സീറ്റും യു ഡി എഫ് 9 സീറ്റുകളുമായിട്ട് കുതിച്ചു മുന്നിൽ നിൽക്കുകയാണ്. അടുത്തത് എറണാകുളമാണ്. എറണാകുളം 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 1 സീറ്റ് മാത്രമേ എൽ ഡി എഫിന് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തൊരു തോൽവി നോക്കണം. എറണാകുളത്ത് 1 സീറ്റ് മാത്രമേ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 13 സീറ്റുകളും യു ഡി എഫ് ആണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം എറണാകുളത്തുകാരും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത്. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് 9 സീറ്റാണ്. 9 സീറ്റിൽ പടച്ചവന് 2 സീറ്റ് മാത്രമേ കോട്ടയത്ത് എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ 7 സീറ്റുമായിട്ട് യു ഡി എഫ് കുതിച്ച് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു ഭരണമാറ്റം മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ആളുകൾ. ഇതിലൂടെ തന്നെ ഈ എക്സിറ്റ് പോളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അടുത്തത് കോട്ടയമാണ്. കോട്ടയം കോട്ടയം ഞാൻ പറഞ്ഞല്ലേ. അടുത്ത ആലപ്പുഴ. ആലപ്പുഴ 9 സീറ്റുകളിൽ 5 സീറ്റ് എൽ ഡി എഫും 4 സീറ്റ് യു ഡി എഫും. ആലപ്പുഴയിൽ 5 സീറ്റുകളുമായിട്ട് എൽ ഡി എഫ് മുന്നിലാണ്. 4 സീറ്റുകളുമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ 1 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് തൊട്ട് പുറകിലുണ്ട്. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് എൽ ഡി എഫിനും 3 സീറ്റ് യു ഡി എഫിനും. അപ്പോൾ ഇവിടെ കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. കോഴിക്കോട് നമ്മളെ പി വി അൻവറും അതുപോലെ പി വി അൻവർ നമ്മൾ റിയാസിനെ വെല്ലുവിളിച്ചതൊക്കെ കണ്ടല്ലോ. പക്ഷേ വെല്ലുവിളിയൊക്കെ നല്ലതാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയത്തിലെ ജയവും തോൽവിയൊക്കെ ഉള്ള സംഭവമാണ്. ആളാദ്യം മനസ്സിലാക്കുക. തോറ്റെന്ന് പറഞ്ഞ് ഒന്നും പോകാൻ പോകുന്നില്ല. തോറ്റെങ്കിൽ അടുത്ത വട്ടം അവിടെ പരിശ്രമിച്ച് വിജയിക്കാൻ നോക്കുക. നമ്മുടെ ചാമക്കാല ഒരു വട്ടം തോറ്റപ്പോഴത്തേക്ക് പുള്ളി പിന്മാറിപ്പോയോ, പുള്ളി മുട്ടയടിച്ചോ, കാതിൽ കമ്മൽ കുത്തിയോ, ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞത് വിവരക്കേടാണെന്ന് ഞാൻ പറയും. പി വി അൻവർ വിവരക്കേട് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറഞ്ഞു. അതെനിക്കിഷ്ടപ്പെട്ടില്ല. പുള്ളി എന്താണ് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുള്ളി എന്താ പറഞ്ഞത്? മുട്ടയടിച്ച് തിരൂർ അങ്ങാടിയിൽ കൂടെ ഏതൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ മുട്ടയടിച്ച് കാതിൽ 2 കുണുക്കാമണി ഇട്ടുകൊണ്ട് നടക്കുമെന്ന് പി വി അൻവർ പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറഞ്ഞു. എനിക്കതല്ല, ആ സമയത്ത് ഞാൻ ആലോചിച്ചെന്തെന്നറിയോ, ഇൻ കേസ് പി വി അൻവർ അവിടെ ജയിച്ചെന്നിരിക്കട്ടെ, ഈ ഒരു ചലഞ്ച് റിയാസ് ഏറ്റെടുത്തെന്നിരിക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കി. റിയാസ് മുട്ടയടിച്ച് കഴിഞ്ഞാൽ റിയാസിൻ്റെ ഒരു കോലമൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത് പുള്ളിക്കാരന് മീശയില്ല, താടിയില്ല. അതിൻ്റെ കൂട്ടം മുട്ടയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മാൻഡ്രേക്കിനെക്കാളും കഷ്ടമായി. ഞാനിങ്ങനെ അത് ആലോചിച്ചാണ് ആ ഒരു സംഭവം. അപ്പോൾ എന്തായാലും അൻവറിൻ്റെ വെല്ലുവിളി വൻ കോമഡി ആയിപ്പോയി. പക്ഷേ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ജയവും തോൽവിയൊക്കെ അത് ഇതിനകത്തുള്ള സംഭവമാണ്. അടുത്തത് കൊല്ലം. 11 സീറ്റാണുള്ളത്. 11 സീറ്റിൽ 4 സീറ്റ് മാത്രമേ എൽ ഡി എഫ് അവിടെ കരസ്ഥമാക്കിയിട്ടുള്ളൂ. ഞാൻ കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞ, കോഴിക്കോടിൽ ആര് ജയിക്കും? പി വി അൻവർ ജയിക്കുമോ അതോ റിയാസ് ജയിക്കുമോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാലിക്കറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ വിജയ സാധ്യത ആർക്കാണെന്ന് കമൻറ്റ് ചെയ്യണേ. ആരാണ് മുട്ടയടിച്ച് കടുക്കിന് വിട്ട് നേരെ അവിടെ മിഠായി തെരുവിലൂടെയൊക്കെ നടക്കുന്നത് ആരാവും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് കൊല്ലത്ത് 11 സീറ്റിൽ 4 സീറ്റ് എൽ ഡി എഫും 7 സീറ്റ് യു ഡി എഫുമാണ് നേടിയിട്ടുള്ളത്. യു ഡി എഫ് 7 സീറ്റുമായിട്ട് മുന്നിലുണ്ട്.
അടുത്തത് തിരുവനന്തപുരമാണ്, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് 14 സീറ്റിൽ 4 സീറ്റ് മാത്രമേ LDF അവിടെ നേടിയിട്ടുള്ളൂ. UDF 10 സീറ്റുകളുമായിട്ട് അവിടെയും കുതിച്ച് മുന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മേയറുടെ ഭരണം കൊള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല. കുറേ ആളുകൾ ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ പൊക്കിയെടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ ഉള്ള സമയത്ത് അവിടെ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുടിവെള്ളവും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുടിവെള്ളമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇപ്പോഴത്തെ മേയറെ ഭരണം എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 5 സീറ്റിൽ 2 സീറ്റ് മാത്രമേ LDF നേടിയിട്ടുള്ളൂ. 3 സീറ്റുമായിട്ട് UDF ആണ് അവിടെ മുൻപന്തിയിൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്ക് LDF നേടിയിട്ടുള്ളത് 36 സീറ്റുകളാണ്. ആലോചിച്ച് നോക്കി, 10 കൊല്ലം ഭരിച്ചിട്ട് LDF നേടിയിട്ടുള്ളത് 36 സീറ്റുകളാണ്. ഒരു പക്ഷേ ജനങ്ങൾ വിലക്കയറ്റത്തിൻ്റെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഈ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. LDF നല്ല ഭരണം കാഴ്ചവെച്ചിട്ടൊന്നുമല്ല. പിണറായി വിജയൻ സർക്കാർ നല്ല കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചൂരൽമലയിൽ വീട് വെച്ച് കൊടുക്കുന്ന സംഭവങ്ങളിലും അതുപോലെ വിലക്കയറ്റങ്ങൾ, സാധനം 10 കൊല്ലം കൊണ്ട് എവിടെ പോയി എന്നൊന്ന് ചിന്തിക്കണം. വിലക്കയറ്റങ്ങൾ തടയാനെ കൊണ്ടോ അതിനൊട്ട് മാർഗമൊന്നും കണ്ടെത്തിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയും കുറേ ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ UDF നേടിയേക്കുന്നത് 104 സീറ്റാണ്. 104 സീറ്റാണ് UDF ഭരണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 104 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF. എനിക്കൊന്ന് റെക്കോർഡായിരിക്കും. ഇത്രയും ഇതിനു മുമ്പൊന്നും ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. 104 സീറ്റിൻ്റെ വിജയ സാധ്യതയൊന്നും UDFന് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഒരു റെക്കോർഡ് വിജയം തന്നെ അതായിരിക്കാം ഈ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്.